ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ കുടുംബശ്രീക്ക് പോയപ്പോൾ എൻ്റെ കൂട്ടുകാർ തന്നതാണ് ഈ മുട്ടായി. അവിടെ ചേട്ടന് വെളിനാട്ടിൽ ജോലിയായിരുന്നു, അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ മുട്ടായി. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ഇലത്തോരനായാലോ? അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് മത്തൻ്റെ ഇല പറിച്ചിട്ടുണ്ട്. കണ്ടോ, മത്തൻ്റെ ഇലയുണ്ട്, പിന്നെ വേലിച്ചീരയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഇലത്തോരന്. പിന്നെ ഒരു പച്ചച്ചീരയുണ്ട്, ഒരെണ്ണേ ഉള്ളായിരുന്നു അത്, ഒരെണ്ണം. പിന്നെ സാമ്പാർ ചീര, അതിൻ്റെ 2 തണ്ടുണ്ട്. ഒത്തിരി വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ. പിന്നെ നമുക്ക് 5-6 കാന്താരിയുടെ ഇല. പിന്നെ ഇതിനകത്ത് കോവലിൻ്റെ ഇലയുണ്ട്, കോവലിൻ്റെ 3-4 ഇല. അതെല്ലാം കൂടി ഇട്ടാണ് നമ്മൾ ഇന്നൊരു ഇലത്തോരൻ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു 2 തുമരയും കൂടി ഇട്ട് തോരൻ വെച്ചാൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിന്ന് തുമരയില്ല, കോവലിൻ്റെ തണ്ടാണ്. ഇത്രയും ഭാഗം വെച്ച് നമ്മൾ ഒടിച്ചെടുക്കും, വിളയാത്ത ഭാഗം നോക്കിയിട്ടേ, പിഞ്ച് ഭാഗം നോക്കി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇലത്തോരന്. അങ്ങനെ നമ്മുടെ ഇലകളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അങ്ങനെ നമ്മുടെ ഇലത്തോരനൊക്കെ വെന്തു. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം, ഇത് പിഴുപുളിയാണേ. അതിനെല്ലാം വറുത്ത് വെച്ചു, ഇനി ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇന്നൊരു വറുത്തരച്ച് കറിയാണ്, തേങ്ങ വറുത്തരച്ച് കറിയാണേ. അപ്പം അതിനായിട്ട് അരപ്പെല്ലാം ഒരുവിധം വറുത്തു. ചൂടൊന്ന് ചൂടാവട്ടെ. പിന്നെ പച്ചക്കറി എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചു, ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റണം. കറിക്ക് അരപ്പ് ചേർത്ത് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പയറും കോവയ്ക്കായും നിത്യവഴുതനങ്ങയും എല്ലാം കൂടാണ്. അപ്പോൾ കറി ഞാൻ പെരക്കകത്തോട്ട് കൊണ്ടുപോയി ഗ്യാസിലോട്ട് വെച്ച് തിളപ്പിച്ചെടുത്തിട്ട് കറിക്ക് കടുക് വറുത്തൊഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിക്ക് കടുകൊക്കെ വറുത്തു, കറിയിലേക്ക് ചേർത്തു. അപ്പോൾ എൻ്റെ ചക്കിമോട് അച്ഛനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറി. ഇന്നവർ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ മഴ കാരണം അവർ വന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കറികൾ വെക്കുമ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ഓർക്കും. കഴിക്കാൻ ചോറ് വെച്ചു. പിന്നെ നമ്മുടെ വറുത്തരച്ച് കറി, ഇവിടെ എല്ലാവരും ഉച്ചയൂണ് കഴിഞ്ഞ് കേട്ടോ, അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. വറുത്തരച്ച് കറി, ഇവിടെ രാവിലത്തെ ഇലത്തോരൻ, പിന്നെ മെഴുക്ക് വരട്ടി, കപ്പ പുഴുങ്ങിയത്, കാന്താരി ചമ്മന്തി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. പിന്നെ രാവിലെ 2-3 ഏത്തയ്ക്ക പഴുത്തതുണ്ടായിരുന്നു, നല്ലതും പഴുത്തില്ല. അതെടുത്ത് പുഴുങ്ങി നമ്മൾ കാപ്പിയൊക്കെ ഇടുമ്പോഴേ അവർ അതിൻ്റെ കൂട്ടത്തിലും കഴിച്ചോളും. അവിടെയാണ് അവിടെ പോസ്റ്റ് വെക്കുന്നത്, വയൽ തീരുന്നില്ലേ, അവിടെ വരെയാണ് നമുക്ക് വണ്ടി വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് റോഡാണേ, കണ്ട. അപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ നടന്നൊക്കെയായിരുന്നു കുടുംബശ്രീക്ക് പോയിക്കൊണ്ടിരുന്നത്. കൊറോണയുടെ സമയമൊക്കെ ആയപ്പോഴാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ജോലിക്കൊക്കെ പോകാൻ നമുക്ക് പ്രയാസമൊക്കെ ആയ കാരണത്താലേ, അതുകൊണ്ട് അന്നേരമാണ് വണ്ടി എടുക്കുന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ ഈ നടപ്പ് തന്നെയായിരുന്നു നമ്മൾ, കാരണം 2004 ഇവിടെ താമസമായതാണല്ലോ. അപ്പോൾ നമ്മൾ നടപ്പ് തന്നെ. ആ പോസ്റ്റ് കണ്ടോ, ആ പോസ്റ്റ് കേട്ടാണ് നമുക്ക് താപ്പോട്ട് പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ തോട്ടമൊക്കെ വെട്ടിയേക്കുന്നവരും കണ്ടോ. ഇവിടെ വരെയാണ് പോസ്റ്റ് ഓൾറെഡി ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ലൈൻ കമ്പി ഇട്ടിട്ട് അവിടെ ഞാൻ കാണിച്ചിടം തൊട്ടാണ് നമുക്ക് പോസ്റ്റ് വന്നേക്കുന്നത്. നമ്മുടെ ഒരു വീഡിയോ ഉള്ളായിരുന്നു അന്നവിടെ. പിന്നെയാണ് ഒരു വീട്ടുകാരോട് വന്നത്, അത് 17-ലോ 18-ലോ എങ്ങാണ്ട് അവർ താമസത്തിനോട് വരുന്നത്. അതുവരെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അവിടെ. അപ്പോൾ ഇത് നമ്മുടെ കനാലാണേ. എന്താ, നമ്മുടെ വീടിനടുത്ത് നമുക്ക് കനാലും ഉണ്ട്, കുളമുണ്ട്, തോടുണ്ട്, എല്ലാം ഉണ്ട്. ഉണക്കാകുമ്പോൾ ഇവിടെ വെള്ളം വരും. വെള്ളം വരുമ്പോൾ നമുക്ക് തോട്ടിലും വെള്ളമാകുവേ. ഞാൻ നടന്നാണ് കുടുംബശ്രീക്ക് പോകുന്നത്. മഴ ഉണ്ട്, ഇപ്പം മഴ ചെറുതായിട്ടുണ്ട്. ഞാൻ കുട പിടിച്ചിട്ടുണ്ട്. ഒന്നത്, രണ്ടാമത്
ഞാൻ വണ്ടി എടുത്തില്ല, മടിച്ചു. അപ്പോൾ ഒന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ നടന്നു തന്നെ പോകും കൂട്ടുകാരെ കേട്ടോ. അപ്പോൾ ചിലപ്പോഴൊക്കെ വീഡിയോ എടുക്കും, ചിലപ്പോൾ നമ്മളങ്ങ് മറന്നു പോകും. പടപടയിൽ അങ്ങ് പോകുമ്പോൾ മറന്നു പോകും, അങ്ങനെ ഓർക്കത്തില്ല. നമ്മൾ കണ്ടില്ലേ, ആ കനാലാണ് ഈ വന്നിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ വരുക. അപ്പോൾ നമ്മൾ വന്ന വഴിയൊന്നും മറക്കാൻ പാടില്ലല്ലോ അല്ലേ. പക്ഷെ നമുക്ക് വയലിൽ കൂടെ വന്ന വഴി കൂടി ഇപ്പോൾ പോകാൻ പറ്റില്ല കൂട്ടുകാരെ. ഇല്ലെങ്കിൽ ഞാൻ അതും കൂടെ കൂട്ടുകാരെ പോയി ഒരു ദിവസം പോയി കാണിച്ചതന്നെയായിരുന്നു. കാരണം അവിടെ വഴികളെല്ലാം കാടായിട്ട് വരമ്പേതാ വയലേതാ എന്താണെന്ന് നമുക്കറിയില്ല. അമ്മാതിരി. പിന്നെ നമ്മൾ ഡെയിലി വർഷങ്ങൾ കൊണ്ട് പോയിരുന്ന വഴിയായിട്ട് നമുക്കറിയാം ഇന്ന വഴിയാണെന്ന്. പക്ഷെ എന്നാലും കുഴിയൊക്കെ ആയിട്ട് വഴിയില്ല, വരമ്പെല്ലാം കാടായി. ഒന്നാമത് മഴയൊക്കെ അല്ലേ, ഇതിനാ വെറുതെ നമ്മളൊരു. പിന്നെ ഉണക്കൊക്കെ ആവുന്ന സീസൺ വരുമ്പോൾ ഞാൻ എന്തായാലും കൂട്ടുകാരെ ഞാൻ കാണിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ആ വഴി ഒന്ന് പോയി കാണിക്കാം. നമ്മൾ എളുപ്പം ജംഗ്ഷനിൽ പോകുന്ന വഴി അതായിരുന്നു. പിന്നെ ആ വണ്ടിയൊക്കെ പഠിച്ച് ഈ വഴിയായിരുന്നു കൂട്ടുകാരെ. അന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ വണ്ടി വെക്കില്ലായിരുന്നു, ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വണ്ടി വെക്കുന്നത്. അപ്പോൾ ഇവിടത്തെയൊക്കെ ഞാൻ വണ്ടി ഇങ്ങനെ പഠിച്ച് വന്ന് ഈ വളവിന് വരുമ്പോൾ ഞാൻ ഈ കയ്യാലെ കൊണ്ട് കയറ്റും വണ്ടി ഈ സൈഡിൽ. ഈ റോഡ് നേരെ അങ്ങോട്ട് ചെന്ന് നമ്മളിപ്പോൾ ചെന്ന് കയറുന്ന റോഡിലോട്ട് ചെല്ലും. പക്ഷെ നമുക്കത് ചുറ്റായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ വന്നാലും നമ്മളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്ന റോഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയാലും പറ്റും. നമ്മൾ ഓട്ടോയൊക്കെ വരുവാണെങ്കിൽ ഈ റോഡ് വഴിയാണ് ഇറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ഒരു ഷോർട്ട് കട്ട് വഴി നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3-4 വീട് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് പിന്നെ ഇങ്ങോട്ട് ഒരു 3-4 വീട് പിന്നെ ഇങ്ങോട്ട് വരണം. അപ്പോൾ അതിനെക്കാട്ടി നല്ല നമ്മൾ എന്തിനാ വളഞ്ഞു പിടിക്കുന്നത്. പിന്നെ വഴി ഇച്ചിരി ഇതാണെന്നേ ഉള്ളൂ, കാരണം എല്ലാവരും അങ്ങനെ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു ഷോർട്ട് കട്ട് കയറി പോവാം. അപ്പോൾ രാവിലെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ അപ്പുറത്തുനിന്ന് വണ്ടി കൊണ്ടുവന്ന് നേരെ ഇപ്പുറത്തോട്ട് വരുന്നതാണ്. ഇപ്പം നടക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരെ ഒത്തിരി കേട്ടോ. ഒത്തിരി നടക്കുമ്പോൾ നമുക്കൊരു കിതപ്പുണ്ട്. അത് തൈറോയിഡിൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കണ്ടോ ആ കാറ് പോകുന്ന വഴിയുണ്ട്, ഉണ്ട് ആ കാർ ചെന്ന് അവിടെ വേണം വരുന്നത്. നമ്മൾ വന്ന് കയറുന്നത് അവിടെ നേരെ നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. അപ്പം നമ്മളങ്ങനെ മെയിൻ റോഡിലെത്തി. മെയിൻ റോഡല്ല, ബസ്സൊന്നും പോകത്തില്ല ഇതിൽ. ഞാൻ ഇതിലെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഞാൻ സ്കൂട്ടറിൽ എന്നും പോകുന്നേ. ഓട്ടോ വരുന്നു. ആ വലിയ വീട് കണ്ടോ, ആ വീട്ടിലൊക്കെ ഞാൻ നേരത്തെ വീട്ടുജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടുജോലിക്കൊക്കെ വരുമായിരുന്നു. അപ്പം നമ്മളിതിലേക്കൂടി ഇങ്ങനെ എളുപ്പമായിരുന്നു നടന്നു വരുന്നതും പോകുന്നതൊക്കെ. അപ്പോൾ വേറെ വീടുകളിൽ ജോലിക്ക് പോയിട്ട് ഇവിടുത്തെ ചേച്ചി വരുമ്പോൾ വൈകുന്നേരം ആകും. അപ്പം നമുക്കൊരു 5:30-6 മണി തൊട്ടിട്ട് 8 മണി വരെയാണ് ജോലി. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാനിവിടെ വന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് തിരിച്ചു പോകുന്നത്. അവരെ ഇവിടെ ഇരുത്തി അവരന്ന് ഇവിടെ ഇരുന്നോളുമായിരുന്നു. ഇപ്പോഴില്ല, എല്ലാവരും വലുതായ അനുസരണ ഇല്ലാതായത്. അന്നൊക്കെയെന്ന് പറഞ്ഞ പോലെ തന്നെ അനുസരിക്കുന്ന പിള്ളേരായിരുന്നു. പിന്നെ ഇത് ഈ വീട്ടിൽ ഒരു ദിവസം ഞാൻ മുറ്റം തൂക്കാൻ മാത്രം വന്നു. പക്ഷേ നല്ല നിറച്ച് തൂക്കാനുണ്ട്. പക്ഷേ ശമ്പളം തരുന്ന കാര്യത്തിൽ വലിയ മടിയാണ്. ഞാൻ ആദ്യം കാണിച്ച വീട്ടിലും അതൊക്കെ തന്നെയാണ് അവസ്ഥ. ജോലി കഴിഞ്ഞ് നമ്മളിങ്ങനെ പട്ടിയുടെ കൂട്ടവിടെ വാതിൽ നിൽക്കും. അവർ ഭയങ്കര കാര്യങ്ങളും കാരണങ്ങളും ഒട്ടൊക്കെ ഇരിക്കും. നമ്മളിങ്ങനെ നിൽക്കും. നമുക്കത് കഴിഞ്ഞ് വേണം വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങൾക്കും എല്ലാം ആക്കി പറക്കി വെച്ച് നിൽക്കാനായിട്ട്. 8 മണി കഴിയുമല്ലോ. 8 മണി വരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതും കഴിയും. അങ്ങനെയാണ് ജോലിക്ക് ചെല്ലുമ്പോൾ. അങ്ങനെ അവർ 100 രൂപ തരുന്നുണ്ടെങ്കിൽ 200 രൂപയുടെ ജോലി നമ്മളെ കൊണ്ട് അന്ന് ചെയ്യിക്കും. അപ്പം അങ്ങനെ ഒരു കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും. പിന്നെ ഇതാണെങ്കിൽ അന്ന് ഇതായിരുന്നു കേറ്ററിങ്ങിൻ്റെ ഒരു കടയായിരുന്നു. ഇപ്പോൾ അതിനകത്തിൽ മുളക് പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കച്ചവടമാണ്. ഇവിടെ തന്നെ പൊടിച്ചിട്ട് ഇവിടെ തന്നെ
കച്ചവടം നടത്തുന്നത്. അത് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ പൊടി ഐറ്റങ്ങളുണ്ട്, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ഞാൻ വാങ്ങിച്ചിട്ടില്ല, ചേച്ചിമാരൊക്കെ വാങ്ങിക്കും. നമ്മൾ 1 കിലോ മുളക് വാങ്ങിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ പൊടി ഐറ്റങ്ങളും കിട്ടും കേട്ടോ. വേറെ എന്തൊക്കെയോ ഉണ്ട്, ഞാനിതിനകത്ത് കയറിയിട്ടില്ല. പക്ഷേ പണ്ട് കാറ്ററിങ്ങിൻ്റെ ആയിട്ട് നിന്ന സമയത്ത് ഇതാണ് എൻ്റെ ഓണറിൻ്റെ ഇളയ മോൻ്റെ വീട്, ആ കേറ്ററിങ്ങിൻ്റെ അവിടുത്തെ. ഈ ചേട്ടനൊക്കെ വെളിനാട്ടിലായിരുന്നു, അവരൊക്കെ കഴിഞ്ഞ പോലെ താമസം, കഴിഞ്ഞല്ല കൊറോണയ്ക്കൊക്കെ മുമ്പായിട്ട് അവിടെ താമസമായി. പിന്നെ ഇതാണ് താഴെ കാണുന്നതാണ് കുടുംബം. താഴെ കാണുന്നതാണ് കുടുംബം കണ്ടോ. അവിടുത്തെയാണ് മൂത്ത ചേട്ടന്. ആ ചേട്ടനാണ് എന്നെ ജോലിക്ക് വിളിച്ചത്. അപ്പം നമ്മൾ പകൽ പാചകത്തിൻ്റെ വിളമ്പൊക്കെ വിളമ്പിന് പോകും. പിന്നെ വന്നിട്ട് കൊണ്ടുവരുന്ന പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെക്കും. അഥവാ നമുക്കന്ന് പോകാൻ പറ്റത്തില്ല, വേറെ എവിടെയെങ്കിലും വീട്ടു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ പാത്രം കഴുകാൻ വരും. അങ്ങനെ ഓടി ഓടി പണിക്ക് നടന്ന വീട്ടുകാരെ. ഇതിനിടയിൽ തൊഴിലുറപ്പുണ്ടെങ്കിൽ തൊഴിലുറപ്പിനും പോവും. ഒരു ദിവസം 3-4 വീടുകളിൽ പോകുന്ന സമയം ഉണ്ടായിരുന്നു. കഷ്ടപ്പാടൊക്കെ ആയിരുന്നു കൂട്ടുകാരെ അന്ന്. കുഞ്ഞുങ്ങളെ പോറ്റണ്ടേ. അതുകൊണ്ട് ഇത് നമ്മുടെ വീട്ടിൽ കുടുംബശ്രീക്ക് വരുന്നൊരു അമ്മയുടെ വീടാണ്. ആ അമ്മയുടെ മരുമോടെ വീട്ടത്. പിന്നെ ഇവരൊക്കെ വരും ഇപ്പം. അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റണ്ടേ, അങ്ങനെ കിടന്ന് ഓടുമായിരുന്നു. ഇപ്പം എല്ലാവരും വലിയവരായി, അവരൊക്കെ തനിയെ വളർന്നവരായി. പിന്നെ അങ്ങനെ ആണല്ലോ, മക്കളൊക്കെ തന്നെ വളർന്ന താനെന്ന് വിളിക്കുന്നാണില്ലേ. അയ്യോ, പിന്നെ വേറെ എന്താണ്, അങ്ങനെ നടക്കുക. അങ്ങനെ ഞാൻ ഇവിടെ ഒട്ടുമിക്ക വീടുകളിൽ ജോലിക്ക് ജീവിതം വന്നു. ഇവിടെ എല്ലാം അങ്ങോട്ട് പോകണം കേട്ടോ. ഇത് ഞാൻ ആ 2 വീടുകളിലേ പോയിട്ടുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല കൂട്ടുകാർ. ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര ജാതി പ്രശ്നമുള്ള ഏരിയ ആണ്. അപ്പം നമ്മളെ വീട്ടുജോലിക്കാർ ചെല്ലുമ്പം ഒരുമാതിരി ഒരു ഇതിലൊക്കെ ആകുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർ എന്നെ വിളിച്ചാൽ പോലും ഞാൻ വീട്ടുജോലിക്ക് പോകത്തില്ല. പട്ടിണിയായിട്ടിരുന്നാലും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ പട്ടിണി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇരുന്നിട്ടുണ്ട്. ഒരു നേരത്തെ ചോറ് പോലും കിട്ടാൻ ഞങ്ങൾ കൊതിച്ചിരുന്നിട്ടുണ്ട്. ഒരു ദിവസം ഫുള്ള് പട്ടിണി ഇരുന്നിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം മേളി വയലി ചേമ്പ് പറിച്ചതിൻ്റെ അവർ വിട്ടിട്ട് പോയ തട പറക്കി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പുഴുങ്ങിക്കൊടുത്ത് കാപ്പി ഇട്ട് കൊടുത്ത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ നമ്മുടെ ഇവിടെങ്ങും ആരുടെടുത്തും ചോദിക്കാനോ എടുക്കാനോ പോയിട്ടില്ല. പിന്നെ അങ്ങ് പടിഞ്ഞാറൊരു വീടുണ്ട്, ആ ചേച്ചിയുടെ അടുത്ത്. അവിടെ ഞാനിപ്പോൾ ഇനി എപ്പോഴേലും പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കേട്ടോ. ആ ചേച്ചിയുടെ അടുത്ത് അതൊക്കെ പിന്നീടാണ് കേട്ടോ. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറി, കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം മാറിക്കഴിഞ്ഞപ്പോഴാണ് അവിടോട്ടൊക്കെ ജോലിക്ക് പോയിക്കൊണ്ട് തുടങ്ങിയത്. അയ്യോ, അങ്ങനെ പറയാൻ പോയി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൂട്ടുകാരെ. മഴയുണ്ട് കേട്ടോ. അതുവരെ ഒത്തിരി കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവിടെ വരെ ആയി. ഇനി നാളെ എന്താണോ ഏതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ എൻ്റെ അച്ഛനും ആങ്ങളെയും മരിച്ചു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ആകെ ഒറ്റപ്പെട്ടായിരുന്നു. പിന്നെ ഒരുവിധം നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നു. എന്നും ദൈവം പറയുന്നല്ലേ, എന്നും നമ്മളെ ഒരു ഇതായിട്ട് ദൈവം നമ്മളെ ഇടത്തില്ലല്ലോ. ഇപ്പം എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. പിന്നെ അന്നൊക്കെ കൂട്ടുകാർ അത്യാവശ്യത്തിന് നമ്മളോട് മിണ്ടാനും പറയാനും ഒക്കെ വരും കൂട്ടുകാരെ. പക്ഷേ എനിക്ക് സമയമില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. നമുക്ക് ഇവരുടെ പുറകെ കൂട്ടുപോകാനോ കറങ്ങി നടക്കാനോ അന്നും സമയമില്ല, ഇന്നും ഇല്ല. കാരണം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് കൂട്ടുകാർ നോക്കുക എൻ്റെ വീഡിയോയിൽ അങ്ങോട്ട് നമ്മൾ കൂട്ടുകാരോടെ പോയി, ഇങ്ങോട്ട് നമ്മൾ കൂട്ടുകാരോടെ പോയി, അങ്ങനെയാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നമ്മുടെ മക്കളും നമ്മുടെ വീടും നമ്മുടെ ഏട്ടനും വീടും ഇതൊക്കെ തന്നെയാണ് ലോകം. പിന്നെ ഈ വീട്ടിൽ ഞാൻ